എല്ലാവർക്കും നമസ്കാരമായി സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണെന്ന് നോക്കാം. Ace of Swords, King of Swords, okay. Queen of Swords, Strength card, King of Cups, Six of Wands. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശുഭമായിട്ടുള്ള ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയാം. എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച സമയത്ത് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഈ ഒരു സമയത്തായിരിക്കും കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത്. ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ വരുന്നുണ്ട്. വിൽ പവറോട് കൂടിയിട്ട് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം മുന്നോട്ടേക്ക് പോകാൻ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും വിൽ പവർ. ഡിപ്ലോമസി വളരെയധികം കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ്. കാരണം നമ്മൾ പല കാര്യങ്ങളിലും പെട്ടെന്ന് ചാടിക്കയറി തീരുമാനം എടുക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ നന്നായിട്ട് ബാധിച്ചേക്കാം. പക്ഷെ അങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകാതെ ആലോചിച്ചിട്ട് തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ വളരെയധികം നല്ല. അതേപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാഹചര്യം ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നിരിക്കെ പെട്ടെന്ന് ചാടിക്കയറി ഉള്ളൊരു ഉത്തരം പറിച്ചില്ല, അല്ലെങ്കിൽ ചാടിക്കയറി ഓരോന്ന് ചെയ്യുകയോ മറ്റോ ചെയ്യാതിരിക്കുക. കാരണം അത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടുള്ള ഒരു സംസാരമായിരിക്കും, സാഹചര്യമായിരിക്കും. ആ വ്യക്തി പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ, എന്താണ് ആ വ്യക്തി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം തന്നെ പ്രതികരിക്കുക. പെട്ടെന്നുള്ളൊരു പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എങ്കിൽ അത് മാറ്റിവെക്കുക. കാരണം പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ടി വരുന്ന അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറയും വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയാണെന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ മാറ്റം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് കാണിക്കുന്നത്. അതേപോലെ കിങ് ഓഫ് സോർഡ്സ് എനർജിയാണ്. കിങ് ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല കാര്യങ്ങളിലും ആഗ്രഹിച്ചിരുന്ന പോലെ ഉള്ളൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ ഒരു പൊസിഷനിലേക്ക് എത്തണമെന്ന് കുറേ വർഷങ്ങളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ആഗ്രഹമൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ മറന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ആ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ നിങ്ങൾ വലിയ കാര്യമായിട്ട് അതൊന്നും നടക്കില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് പ്രതീക്ഷിതമായിട്ട് ആ ഒരു കാര്യം സാധിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ പ്രണയമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് ക്രഷൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് തിരിച്ച് അങ്ങനെ സ്നേഹമോ പ്രണയമോ ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു പ്രണയവും സ്നേഹവും ഒക്കെ കടന്നു വരുന്നത്. ജീവിതത്തിൽ ഒരു ബാലൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കാര്യങ്ങൾ നല്ല ഹ്യൂമറസ് ആയിട്ട് ചിന്തിക്കാനും മറ്റുമൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവാം. എല്ലാ കാര്യത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തടസ്സങ്ങളും ചലഞ്ചസും അങ്ങനെയൊക്കെ പൊതുവെ വളരെയധികം നിങ്ങൾ ടെൻഷൻ ആവുന്നു, ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാത്തിനും എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി ഒരു സ്ട്രെസ് കുറച്ചിട്ട് ഒരു ഹ്യൂമറസ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ജീവിതം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതിന്റെ ഒരു സാഹചര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ ഒരു മറ്റുള്ളവരോട് കുറച്ച് ചെറിയ രീതിയിലുള്ള ഒരു അസൂയ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അത് മനസ്സിലാക്കാതെ, അതിന്റെ സക്സസ് മനസ്സിലാക്കാതെ, അതിനു വേണ്ടിയിട്ട് അവർ എത്രത്തോളം ശ്രമിച്ചു എന്ന് മനസ്സിലാക്കാതെ
ഒരു നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർ ഒത്തിരി സക്സസ്ഫുൾ ആയിരിക്കുന്നത് അവരുടെ ജീവിതത്തിലുള്ള ഒരു അവർ ചെയ്ത കഷ്ടപ്പാടിന്റെ ഒരു പ്രതിഫലമായിരിക്കാം. അത് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ഒരു ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളായിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു വളരെയധികം നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് തരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ക്വീൻ ഓഫ് സോർട്സ് എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത്, കൂടാതെ തന്നെ നിങ്ങളുടെ കൂടെയുള്ളവരെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. മക്കളോടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിലും നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടുന്ന ആളുകൾ, അതായത് നിങ്ങളുടെ മക്കള്, അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ, അതേപോലെ മാതാപിതാക്കൾ ശുശ്രൂഷിക്കുന്നവരാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും മറ്റും പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ എന്തെങ്കിലും സ്വത്തുവകകൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്ഥലം വാങ്ങിക്കുകയോ വീട് വയ്ക്കുകയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ഥലം വാങ്ങിക്കുക, വീട് വയ്ക്കുക, അതുകൂടാതെ എന്തെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിൽ അത് വിറ്റിട്ട്, ഇപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്, അത് വിറ്റിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറി താമസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ചില ആളുകൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കൊരു വീടൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഇതുവരെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്രയും പൈസ കയ്യിലില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല അതിലേക്ക്. എങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടും കൽപ്പിച്ച് അതായത് ഇങ്ങനെ നീണ്ടുപോയാൽ ഒരിക്കലും ഒന്നും നടക്കില്ല എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ടേക്ക് പോവാണ്. ഒരു വീട് എന്നുള്ള സ്വപ്നമാവും, മറ്റെന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതോ, അല്ലെങ്കിൽ എന്തൊരു കാര്യമാണ് നിങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് തുടങ്ങാതിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ തുടങ്ങുന്ന ഒരു മാസം എന്ന് ചിന്തിച്ചാൽ മതി. അത് ഓരോരുത്തരുടെ കാര്യത്തിൽ വ്യത്യസ്തമായിരിക്കുമല്ലോ. സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ കുറച്ച് എല്ലാത്തിനോടും ഭയമുള്ളൊരു വ്യക്തിയായിരിക്കും. എന്തിനും ഏതിനും ഉൾഭയം ഭയങ്കര കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഏത് കാര്യം പറയുമ്പോൾ അയ്യോ എനിക്ക് പേടിയാന്ന് പറയുന്ന ഒരു രീതിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ശക്തി അല്ലെങ്കിൽ മനധൈര്യം ഭയങ്കര കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും. പണ്ട് നിങ്ങൾ പേടിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ വളരെ ധൈര്യത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മനോധൈര്യം ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ആ ഒരു മനോധൈര്യം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി കാണിക്കുന്ന വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ട്. ഈ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ലൈഫിൽ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കണക്ട് ചെയ്യാൻ, അപ്പോൾ ഈ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത് പോസിറ്റിവിറ്റി. അതേപോലെ തന്നെ കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ചില കാര്യങ്ങൾ വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അപ്പൊ അത്യധികം സന്തോഷം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും സമൃദ്ധിയും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന പുതിയ പുതിയ ബന്ധങ്ങൾ, പുതിയ പുതിയ സൗഹൃദങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സുഹൃത്തുക്കളുടെയൊക്കെ വിവാഹം, ചില ആളുകളുടെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വളരെ അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾ സഹോദരി തുല്യരായിട്ട് കണ്ടിരുന്ന ആളുകളുടെ വിവാഹം കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാണിക്കുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ്സിന് പുതിയൊരു ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നതാവാം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇതൊരു പേഴ്സണൽ ലൈഫിലായിരിക്കും, അതായത് ഒരു വിവാഹ സാധ്യതയാണ്. ഒരു പ്രണയം, വിവാഹം, ഇതുപോലുള്ള ഒരു സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു. ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കും. വളരെ നല്ലൊരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടുള്ള ഒരു സൂചന ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ലൈഫിൽ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകാൻ, നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്നു എന്നതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് ഇതവിടെ കാണിക്കാനുള്ളത്. പോസിറ്റിവിറ്റി ലൈഫിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ തന്നെ. അപ്പോൾ അതേപോലെ തന്നെ 6 ഓഫ് വൺസ് എനർജിയാണ്. പലപ്പോഴും നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാതെ ആയിരിക്കും ചെയ്യുക. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുന്നത് ശരിയായിരുന്നോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു കാര്യത്തിലേക്ക് ആലോചിക്കാതെ ഇറങ്ങിക്കഴിഞ്ഞു, പിന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഇറങ്ങി അതിൽ ഇനിയിപ്പോൾ
അതായത് നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തോ മറ്റാരെങ്കിലും വന്ന് പറയണം, അയ്യോ ഇതിന് അത്ര വലിയ ഇതൊന്നും അല്ല, അതിന്റെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് എങ്കിൽ നിങ്ങൾ സാധാരണ എന്താ ചെയ്യുക, നേരെ ഡൗൺ ആവും. കാരണം ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത്. അതേസമയം തന്നെ ഒരു നല്ല സുഹൃത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു, ഇനി അതിന്റെ നെഗറ്റീവ് വശങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാരണം നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആണ് എങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങാതിരിക്കാമായിരുന്നു. പക്ഷെ അത് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഒരു വ്യക്തി വന്ന് ഇങ്ങനെ പറയുന്നതെങ്കിൽ സാമാന്യ ബോധമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വം നിങ്ങളെ സങ്കടപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് ഇത് രണ്ടും ആയാലും നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന, ഇനി മനഃപൂർവ്വം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നലുണ്ടെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കേണ്ട. അതല്ല സാമാന്യ ബോധം ഇല്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു യുക്തിപരമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുക. കാരണം നിങ്ങൾ അതിലേക്ക് ഇറങ്ങി, ഇനി അതിൽ നിന്ന് തിരിച്ചു കയറാൻ പറ്റില്ല. അപ്പൊ അതിന്റെ നെഗറ്റീവ് വശങ്ങൾ നോക്കിയിരിക്കല്ല വേണ്ടത്, മറിച്ച് അതിന്റെ പോസിറ്റീവ് വശങ്ങൾ ഇനിയും അതിലെ പോസിറ്റിവിറ്റി കണ്ടെത്താൻ ശ്രമിക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നേറുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം തന്നെയാണ്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണത്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വിജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഇനി നെഗറ്റീവ് ചിന്തിച്ചിട്ട് കാര്യമില്ല. പോസിറ്റീവ് ഏതൊക്കെയാണോ അതൊക്കെ കണ്ടെത്തി മുന്നേറുക എന്നുള്ളതാണ്. അതാണ് അതിജീവനത്തിന്റെ പാതയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.